ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വലിയ സെറ്റപ്പൊക്കെയാണ്, വലിയ ബിസിനസ്സുകാരനാണ്. ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ദുബായ് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഒരു 20% ഡൗൺ ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഒരു 3 വർഷം കഴിയുമ്പോൾ ടെൻഷൻ എപ്പോഴേ എടാ 3 വർഷം കഴിയുമ്പോൾ അല്ലേ അതിനിപ്പോഴും നീ ഇതിനെ ടെൻഷൻ അടിക്കുന്നേ. ഈ നിമിഷത്തിൻ്റെ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നുപോകും, പുറകെയും മുമ്പേയും മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ. ഇപ്പൊ ഈ കടന്നു പോകുന്ന അനുഗ്രഹങ്ങളെ റിയലൈസ് ചെയ്യണമെങ്കിൽ ആ പാസ്റ്റും ഫ്യൂച്ചറിനെ എടുത്ത് മാറ്റണം. നമ്മൾ ഈ റിയാലിറ്റി മനസ്സിലാക്കണം, ഈ ഗ്രൗണ്ട് മനസ്സിലാക്കണം. പുറത്ത് മെട്രോ സ്റ്റേഷൻ്റെ ആ സൈഡിൽ പോയി നിന്നാൽ കാണാം ദേരയിലൊക്കെ കയ്യിൽ മറ്റേ CV പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പിള്ളേരൊക്കെ IIT IIM എന്നൊക്കെ വന്ന പിള്ളേരാണ്. നല്ല ഗ്രേഡോടുകൂടി നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ആയിട്ടൊക്കെ വന്ന് നിൽക്കുന്ന പിള്ളേർ. അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്നല്ല, ഒരു 10,500 ദിർഹംസ് എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്ന കുട്ടികളുള്ള സ്ഥലത്താണ് നമുക്ക് സ്ഥിര വരുമാനമുള്ളൊരു ജോലിയുണ്ട്. നമ്മൾ പഠിക്കാനും ഡെവലപ്പ് ചെയ്യാനും നമ്മളൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടി വാടകയ്ക്കെടുത്ത് നിന്ന് സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുകയാണ്. ഈ ഗ്രേറ്റ്ഫുൾനെസ് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ പാസ്റ്റും ഫ്യൂച്ചറും നമ്മൾ ഡിറ്റാച്ച്ഡ് ആകണം. അതിനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ദൈവത്തിൻ്റെ കൂട്ടുകാരെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, ഔലിയാക്കളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ പച്ച പുതപ്പിട്ട് മൂടിയിരിക്കുന്നവരല്ല പറയുന്നത്, അല്ലെങ്കിൽ ചന്ദനത്തിരിയുടെ മണം ഉള്ളവരല്ല പറഞ്ഞത്. അവർ ഭാവിയെക്കുറിച്ച് പേടിക്കില്ല, അവർക്ക് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് പ്രയാസമില്ല. അങ്ങനെയുള്ളവരാണ് എൻ്റെ സുഹൃത്തുക്കൾ. ദൈവത്തിൻ്റെ സുഹൃത്തുക്കളാവണമെങ്കിൽ ഈ നിമിഷത്തിൻ്റെ ബ്ലെസ്സിങ് നമ്മൾ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ചിന്തകൾ ചിന്തിക്കണം.